വേണം ഇങ്ങനെ പറയാം, ഇങ്ങനെ പപ്പായ്ക്ക് ഇത്രയും കഷ്ടതയും വേദനയാണെങ്കിൽ ഞാനും ഇനി അതിനകത്ത് പോയി പെടേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും ആ ഒരു ടേണിംഗ് പോയിന്റ് എന്തോ ആയിരുന്നു വർഷത്തിരിയാൻ? ഞാൻ ഒരു 2 വർഷം തിയോളജി പഠിക്കാനായിട്ട് പോയിരുന്നു. ഞാൻ എൻ്റെ 10th കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഷാമുൽ എന്ന് പറയുന്ന ജമ്മു കാശ്മീരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തനായ ഒരു അഭിഷക്തൻ, അദ്ദേഹം എല്ലാ വർഷവും മഞ്ഞാടി കേന്ദ്രീകരിച്ചൊരു മീറ്റിംഗ് നടത്തുമായിരുന്നു. എനിക്കൊന്ന് 1 മാസമോ 10 ദിവസമായിട്ടൊക്കെ ഒരു നീണ്ട ദിവസം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഞായറാഴ്ച പാവുക്കരയിലുള്ള ഞങ്ങളുടെ ചർച്ചിൽ വന്നു. പാസ്റ്റർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോട് എനിക്കൊരു പ്രത്യേക ആകർഷണം തോന്നി. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഊണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻ ഷാമുൽ പാസ്റ്ററിനോട് ചോദിക്കുകയാണ്, മോൻ വരുന്നോ മീറ്റിംഗ് എന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ എല്ലാം പാക്ക് ചെയ്തുള്ളതെല്ലാം കൊണ്ട് എടുത്ത് പാസ്റ്ററിൻ്റെ കൂടെ ക്യാമ്പിന് പോയി. ഏകദേശം കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ താമസിച്ചു. അവിടെ വെച്ച് എനിക്കൊരു ഉള്ളിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ആത്മഭാരവും ദാഹവും ഒക്കെ എൻകൗണ്ടർ എന്നുണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ എന്നെ വളരെ സ്വാധീനിച്ച സമയത്ത് ത്യാഗപരമായ അവരുടെ സുശേഷ വേല, അവർ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന ആ ത്യാഗവും ഇതൊക്കെ എന്നെ വളരെ അട്രാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, എൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് സുശേഷ വേലയ്ക്ക് പോകണം.